നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ കാലത്താണല്ലോ ജീവിക്കുന്നത്. കോമ്പറ്റീഷൻ അതൊരു പോസിറ്റീവായ രീതിയിൽ ഓക്കെ. പക്ഷേ പരീക്ഷ ചില കുട്ടികൾക്കൊക്കെ അവർക്ക് നിയന്ത്രിക്കാനും കഴിയാത്ത രൂപത്തിൽ വല്ലാതെ ആങ്സൈറ്റി ഇഷ്യൂസും മറ്റൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ കരഞ്ഞും ഒരിക്കലും അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ. എന്താ അതിൻ്റെ ഒരു റീസൺ പറയുന്നത്? നമ്മൾ പൊതുവെ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നോർമലി ടെൻഷനും പ്രശ്നങ്ങളും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മളറിയാലോ ഒക്കെ നോർമലാണ് ശരിക്കും. പക്ഷേ ചില സമയത്ത് ചില കുട്ടികൾക്കെങ്കിലും ഇത് ഭയങ്കര പ്രശ്നമായിട്ട് ആ സമയത്ത് ശ്വാസം മുട്ട് വരിക, പനി വരിക, വയറുവേദന അങ്ങനെ അസുഖങ്ങളിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസീസിലേക്കും കൂടി വരും. അപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്ക് ഉം. ശരിക്കും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ കല്യാണം ഉറപ്പിച്ച ഒരാളുടെ സ്ട്രെസ്സ് അത് പോസിറ്റീവാണ്. ഉം. അതിനെ നമ്മൾ യൂസ്ട്രെസ് എന്നാണ് പറയുക. ഉം. ഈ നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് ഇല്ലേ, ഇപ്പോൾ ഇങ്ങനെ കൈയൊക്കെ വിയർത്ത് പരീക്ഷയൊക്കെ എഴുതാൻ പറ്റുന്നില്ല, അതെ, ആ അതെ. ടൈപ്പ് സ്ട്രെസ്സിനെ നമ്മൾ ഉം. ഡിസ്ട്രെസ് എന്ന് പറയും. ഉം. അപ്പം ഈ എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂസ്ട്രെസ് ഉള്ളവരുണ്ട്, ഇതെങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മതി ഫ്രീ ആയല്ലോ എന്ന്. പക്ഷെ മറ്റേ പ്രശ്നം നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ഭയങ്കര പ്രശ്നം വീട്ടുകാർക്ക് തന്നെ അതൊരു പ്രശ്നമാവും. ഉം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഒരു ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ എപ്പോഴും നല്ലതാണ്. ഉം. അത് അവർക്ക് ആ സമയത്ത് മാത്രമല്ല, പിന്നീട് ലൈഫിൽ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ഈ എക്സാം മാത്രമല്ലല്ലോ, ഉം. പിന്നീട് അതൊക്കെ നേരിടണമല്ലോ. അപ്പോൾ അവർക്ക് നല്ല കരുത്തരായിട്ട് അത് നേരിടാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ഈ ക്ലിനിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് അതിൽ ചെയ്യുക ശരിക്ക്? അതെ, നല്ല സൈക്കോളജിസ്റ്റിനെ കാണുക. അപ്പോൾ അവർ പറയും ചില സമയത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും ഇത് നിൽക്കില്ല, ഉം. മെഡിസിനിലേക്കൊക്കെ പോകുന്ന ഉം. ഉം. കേസുകളൊക്കെ ഉം. ഉണ്ട്. ഉം. ഉം. അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ മാതിരി ഭയങ്കര ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ കാലത്താണ് കുട്ടികൾ എന്തും ചോദിക്കുന്ന അപ്പോൾ കൊടുത്തിട്ട് അവർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പാരൻറ്റിങ്ങിലും ഉണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഒരു കുട്ടിക്ക് ഇത് ഇത്രയും സീവിയറായിട്ട് വന്നാൽ നമ്മളത് ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ വന്ന് അത് മാറ്റിക്കളയണം. ഇത്തരം കേസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. നമുക്കത് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ പരീക്ഷക്കാലമാണ്. നാട്ടിലായാലും എബ്രോഡായാലും എക്സാമൊക്കെ വരുന്ന സമയത്ത് കുറേ അധികം കുട്ടികൾ ഈ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പാരൻസും സാറ്റിസ്ഫൈഡ് ആണ്.